തിരിച്ചുകൊണ്ടാ രാധക്ക് ബോറടിച്ചാ? രാധ തിരിച്ചു രണ്ട് രാധമാര് ബോറടിച്ചിട്ടൊന്നുമില്ല, നല്ല സന്തോഷത്തിലാണ്. സേതു ഒരു അടിപൊളി കൃഷ്ണൻ ഒന്ന് എടുത്തോട്ടെ കൃഷ്ണ. അടിപൊളി കൃഷ്ണൻ, നല്ല സൂപ്പർ കൃഷ്ണനാണ്. എത്ര നേരം എടുത്തു ഇത് ഒരുക്കിയെടുക്കാൻ എത്ര നേരം എടുത്തു? കുറച്ച് ടൈം എടുത്തു. ഉടുപ്പൊക്കെ വാങ്ങി വെച്ചിരുന്നു. എങ്ങനെയുണ്ട് കൃഷ്ണൻ? എങ്ങനെയുണ്ട്? ഏതോ അത് തന്നെയാണ്, നല്ല അടിപൊളി കൃഷ്ണൻ. എന്റെ കൈ കിട്ടിയേക്കുന്ന കൃഷ്ണൻ എന്റെ കൂടെ വന്നെയാണെന്ന് തോന്നുന്നത്. നമുക്ക് പോവാം. സേതു കൃഷ്ണൻ ഒരു മടിയിലെ കൃഷ്ണന്റെ കൂടെ വരാൻ തയ്യാറാണ്ടോ? അതേപോലെ തന്നെയാണ് നിരവധി കൃഷ്ണന്മാര് രാധമാരൊക്കെ ഇവിടെ ഉണ്ട്, കാണുന്നത് പോലെ തന്നെ. അമ്മച്ചേ എന്നാണ്ട്? കൊച്ചു കൃഷ്ണനായിട്ട് വന്നേക്കണ ആരാ ഇത്? കൊച്ചുമോനാ? എന്താ പേര്? അമ്മച്ചേനാണോ ഒരുക്കിയെടുത്ത്? ഏയ് കുഞ്ഞിനെ ഒരുക്കിയതാരാ? രണ്ടുപേരുണ്ടോ? രാധേനെ ഒരുക്കി? ഇത് ഇളയാളല്ലേ? അത് തന്നെയാണ് കൃഷ്ണന് രാധേനൊക്കെ ഒരുക്കി ആകെ കഷ്ടപ്പെട്ട്. എന്നാ കൃഷ്ണനെ പിടിച്ചോ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കൂടെ വരും. എന്തായാലും നിരവധി കൃഷ്ണൻ. എന്നെങ്ങനെയുണ്ട് കൃഷ്ണൻ? എങ്ങനെയുണ്ട്? സ്മാർട്ടാണ്, ഉഷാറാണ്. അത് തന്നെയാണ് സേതു. എന്തായാലും വേറൊരു സൂപ്പർ കൃഷ്ണൻ എന്താ ഇവിടെ കൂടി പോകുന്നുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ കൃഷ്ണൻ ബോറടിച്ചാ? ഇല്ല, ആളങ്ങനെ നടന്നു പോകണമെന്ന് തോന്നല്ലേ? ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. വന്നണ്ടാ പോവാം. ഇപ്പോഴാ കൃഷ്ണൻ മനസ്സിലായത് സംഗതി ശരിയല്ല എന്ന് മനസ്സിലായി. എന്തായാലും അടിപൊളിയാണ് സേതു. നിരവധി പല സംഘങ്ങളായിട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത സംഘത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ 1000-ലധികം കുട്ടികളാണ് ഇവിടെയുള്ളത്. കൃഷ്ണന്മാരായിട്ട് ഇന്ന് കൃഷ്ണൻ രാധയൊക്കെ ആയിട്ട് 1000-ലധികം ആളുകൾ ഇന്ന് ഇവിടെ ഉണ്ട്. നിരവധി ആളുകൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. 2 മണിയോടുകൂടി തന്നെ കുട്ടികളൊക്കെ ഒരുങ്ങി തയ്യാറായി ഇവിടെ എത്തിയതാണ്. അവർ ഇപ്പോഴും ആ കുട്ടികളുടെ ഒരു സന്തോഷവും ഒപ്പം തന്നെ അവർക്ക് ഇങ്ങനെ ഒരു മടിയുമില്ല നടക്കുന്നതിന്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ കഥക്കും അല്ലെങ്കിൽ നമ്മൾക്ക് മടി വരും. പക്ഷെ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു മടിയില്ല. മക്കളെ നടക്കുന്നതിന് മടിയുണ്ടോ? ഒരു മടിയില്ല. എത്ര നേരം വേണേലും നടക്കാന്ന് പറയുന്നത്, ഒരു മടിയില്ല കുട്ടികൾക്ക്. അങ്കിള് കഥച്ചുപോയി. കഥപ്പൊന്നുമില്ലല്ലോ. ഇല്ല. എങ്ങനെയുണ്ട്? എത്ര കിലോമീറ്റർ വേണേലും നടക്കാൻ പറ്റും, ഒരു മടിയില്ല. കൃഷ്ണ എങ്ങനെയുണ്ട്? കൃഷ്ണ അടിപൊളിയാണ്. അണ്ടസേത് ഈ പിള്ളേരുടെ ഒരു എന്താ പറയുന്നത്, ഈ കുട്ടികളുടെ ഒരു ഊർജ്ജസ്വലതയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മാറിന്ന് തുള്ളണ്ടാണ്. ഇതെങ്ങനെയാണിത്? ഓടിക്കതി അടിപൊളിയാണോ? സൂപ്പറാണ്. അമ്മച്ചൊക്കെ സന്തോഷിക്കണേ. എങ്ങനെയുണ്ട്? ഞാൻ മധുരയിലൊക്കെ പോയിട്ട് വന്നേള്ളൂ. മധുരയിൽ പോയിട്ടൊക്കെ വന്നേള്ളൂ? കൃഷ്ണ ഒരാഴ്ച മധുരയിലൊക്കെ പോയിട്ട് വന്നതാണ്. കൊച്ചുമക്കൾ വല്ലവരൊക്കെ ഉണ്ടോ? കൊച്ചുമക്കളൊക്കെ വല്ലവരും ഉണ്ടോ ഇന്ന്? എത്ര പേരുണ്ട്? 3 പേര്. അതിൽ എത്ര പേര് ഇന്ന് കൃഷ്ണൻ രാധയൊക്കെ ആക്കിയിട്ടുണ്ട്? ഒരാള് കൃഷ്ണൻ, 2 പേര് രാധ. 2 പേര് രാധ, ഒരാൾ കൃഷ്ണൻ അല്ലേ? എന്താണൊന്നും മിണ്ടാതിരിക്കണ പറയുന്നത്? അതന്നെയാണ് എല്ലാവരും ഇങ്ങനെ പരമാവധി രാധമാരെയും കൃഷ്ണന്മാരെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് സേതു. ഈ കുഞ്ഞുങ്ങളുടെ നമ്മൾക്ക് ഇനി ഒരു അടുത്ത സംഘത്തിൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ നിരവധി സംഘങ്ങളായിട്ടാണ് ഇവർ തിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കൃഷ്ണന്മാരും രാധമാർക്കും ഒരു മടിയുമില്ല. അവർ ഈ അമ്പലത്തിൽ എങ്ങനെ എത്ര മണിക്കൂർ എടുത്താലും പ്രശ്നമില്ല. തങ്ങളുടെ ഒരു മടുപ്പില്ലാതെ കുട്ടികൾ അങ്ങോട്ടേക്ക് നടക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ വലിയ കയറ്റമാണ്. കൃഷ്ണ എന്തായി പറയണേ? കാര്യം പറയും. വല്ലതും കഴിക്കാൻ കിട്ടിയോ? ബിസ്ക്കറ്റ് കിട്ടിയോ? തന്നില്ല? വെള്ളം തന്നില്ല? കൃഷ്ണ എന്നിട്ട് ഇത് പറഞ്ഞില്ല. മിഠായി കൊടുത്ത ആപ്പിള് തന്നു, വെള്ളം തന്നു, എന്നിട്ടാലും ഇതൊക്കെ മറന്നു. ജ്യൂസ് അത് തന്നെ സേതു, വെള്ളം അല്ലട്ടാ, ജ്യൂസാണ് കിട്ടിയത്. ഇതേ ഒരു കൃഷ്ണൻ അയ്യോടാ ഒന്നെടുത്തോട്ടെ സേതു. അയ്യോ സേതു, കൃഷ്ണന്റെ ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞു സേതു. അയ്യോ കൃഷ്ണൻ അറിയാൻ തുടങ്ങി. എന്നാ പിടിച്ചോ സേതു, കൃഷ്ണന്റെ ഉടുപ്പൊക്കെ അങ്ങോട്ട് ഊരി മാറ്റി. കൃഷ്ണന്റെ ചൂടാൻ തുടങ്ങി. എങ്ങനെയുണ്ട്? ഇവരൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു. അടിപൊളിയാണ്, എല്ലാം സെറ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. അതെ, അമ്മയും മോനും രാധയും കൃഷ്ണനായിട്ട് വന്നേക്കണ അമ്മയും മോനും. ഇനി ഇത് പുറകിലായിരുന്നല്ലോ നടച്ചാ. ഇപ്പൊ ഓടി നിന്നാലും എല്ലാവരും ശ്രദ്ധിക്കൊള്ളുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അങ്ങനെ തന്നെയാണ്. എന്തായാലും ഒരു കുഞ്ഞു കൃഷ്ണനായിട്ടൊക്കെ അപ്പാപ്പനൊക്കെ നടക്കുന്നുണ്ട്. ഹലോ
എങ്ങനെയുണ്ട് കൃഷ്ണന് ബോറടിച്ചാ? ബോറടിച്ചില്ല, എന്നാലും ഒരു ആരാ മകനാണ്? മകളാണ് മകള്. എന്താ പേര് ഇയാളുടെ? വാമിക. എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഒരുങ്ങി തയ്യാറായി അങ്ങനെ നിൽക്കുന്നതിന് ഇവർക്കൊക്കെ ഒരു മടുപ്പില്ലാതെ അത് തന്നെയല്ല സേതു ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ കൃഷ്ണന്മാർക്ക് ഇടയ്ക്ക് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. രാധക്കും കൃഷ്ണനൊക്കെ കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു എനർജി കൂടിയുണ്ട്. എന്താ ഒരു നോർത്ത് ഇന്ത്യൻ ശൈലിയിലുള്ള ഒരു കൃഷ്ണനെ കാണാം നമുക്ക്. പുള്ളിയുടെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. എന്താപ്പാ ചിരിച്ചത്? ഭയങ്കര ചിരിയല്ല. കൃഷ്ണ എങ്ങനെയുണ്ട് കൃഷ്ണ? ഈ ഉടുപ്പൊക്കെ ആരും മേടിച്ചു തന്നാ? സത്യം പറ, പറഞ്ഞു മേടിപ്പിച്ചാണോ? ഇല്ല. സേതു ഇത് കണ്ട നല്ല നീലകൃഷ്ണൻ ഇങ്ങനെ ഒന്ന് എടുക്കട്ടെ. നീലകൃഷ്ണൻ ഇതെങ്ങനെ കൃഷ്ണ ഒന്ന് പറഞ്ഞേ? നീലകൃഷ്ണൻ സേതു നോക്കിക്കണ്ട നല്ല അടിപൊളി കൃഷ്ണൻ എൻ്റെ കൂടെ വരുന്നുണ്ടാ? സേതു വരാന്നൊക്കെ പറയട്ടെ, പുള്ളി എന്നെ കൂടെ വരാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കൊണ്ടുപോകട്ടെ? അയ്യോ വേണ്ട വേണ്ട വേണ്ട. എന്താ പേര് ഇയാളുടെ? ശ്രീപാർവതി. പെൺകുട്ടിയാ? ഏ കൃഷ്ണ, ഞാൻ വിചാരിച്ചു അടിപൊളി കൃഷ്ണ കേട്ടോ, സൂപ്പർ കൃഷ്ണ. എത്ര വയസ്സായി? 3. കൃഷ്ണ ആദ്യമായിട്ടാണോ പുള്ളി? അതെ അതെ. അതിന്റെ ഒരു കരച്ചിലൊന്നുമില്ലല്ലേ? തുടക്കത്തിലവിടെ കളിപ്പാട്ടം കണ്ടപ്പോ കരഞ്ഞായിരുന്നു. കുഴപ്പമൊന്നുമില്ല. നമ്മള് കൈകാര്യം ചെയ്തു. വെള്ളമൊക്കെ എല്ലാം കൊടുത്തോ? അതൊക്കെ ഓക്കെയാണ്. പിടിച്ചേക്കോ സേതു? അടിപൊളി കൃഷ്ണൊക്കെ ഉണ്ടിട്ട് സേതു. ഇഷ്ടംപോലെ കൃഷ്ണന്മാർ, നല്ല രസമുള്ള കൃഷ്ണന്മാർ. ഇത് കഴിഞ്ഞിട്ടില്ല, ദേ അടുത്ത സംഘം തൊട്ട് പുറകിലായിട്ട് കാണാൻ പറ്റും. അടുത്ത സംഘത്തെ ഇവിടെ നിരവധി കൃഷ്ണന്മാർ, ഒരു ലക്ഷം. ഇതാ ഞാൻ പറഞ്ഞല്ലേ, പാർലേജി ബിസ്ക്കറ്റ് കൃഷ്ണന്മാർക്ക് കൊടുക്കുന്നുണ്ടെന്ന് ഇടക്കിടക്ക്. സേതു കൃഷ്ണന്മാർക്ക് ബിസ്ക്കറ്റ് എത്ര ബിസ്ക്കറ്റ് കഴിച്ചു? ബിസ്ക്കറ്റ് കിട്ടിയ 2 ബിസ്ക്കറ്റ്. ഇത് കാണിച്ചു കൊടുത്തേ, ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടാ 2 ബിസ്ക്കറ്റ്. ഈ കൃഷ്ണൻ കഴിച്ചില്ലേ? ബിസ്ക്കറ്റ് കഴിച്ചില്ലേ? ഒരെണ്ണം എന്നല്ല, ആ കൃഷ്ണൻ 2-3 ബിസ്ക്കറ്റും കൂടി കൊടുക്കണം കേട്ടോ. പുള്ളി ഒരെണ്ണം കിട്ടിയാലെന്നൊക്കെ. സേതു ഈ വെള്ളം ഇതാ കൃഷ്ണ എനർജിയായ വെള്ളമൊക്കെ കുടിച്ചപ്പോ ഹാപ്പിയായ? വെള്ളം കുടിച്ചപ്പോ ഹാപ്പിയായ കൃഷ്ണ? അത് തന്നെയാണ്. എന്തായാലും ഈ കുഞ്ഞു മക്കളൊക്കെ അവര് ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ ദിവസം കുഞ്ഞുങ്ങളുടെ ദിവസമാണല്ലോ. സഹിനെ, ഞാൻ സഹിനിലേക്ക് മടങ്ങി വരാം. അപ്പോ സഹിൻ നിൽക്കുന്ന അവിടെ വൃന്ദാവനത്തിൽ കുഞ്ഞുങ്ങളെല്ലാം ഹാപ്പിയാണ്. കൃഷ്ണനും രാധയും ഗോപികമാരും ഭാരതാംബയും ഒക്കെയും അവര് ഹാപ്പിയാണ്.